നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ പാലത്തിൽ ബസ് നിയന്ത്രണം വിട്ട് കയറി അപകടം. 40ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആനകൾ ഇടഞ്ഞു. ആനകളെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു. മാവേലിക്കര കുട്ടികൃഷ്ണൻ, മന്നലാംകുന്ന് ഉമാമഹേശ്വരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കം. ജാതിമതഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല വേലൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമായത്. നാളെ ഭരണിയാഘോഷം. കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരിക്കുന്നു. 16-ന് വൈകിട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 40ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ തൃശൂരിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ പുതിയ പാലത്തിലാണ് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഷൊർണൂരിൽ നിന്നും കുന്നംകുളം വഴി തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ഫിസുമോൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ ചൂണ്ടലിലെ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന ബസിന്റെ മുൻവശത്തെ ചില്ലിന്റെ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന അഞ്ഞൂർ സ്വദേശിനി സിനുജോയെ കുന്നംകുളം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ 15 മിനിറ്റോളം നടന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. യാത്രക്കാരിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. അപ്രതീക്ഷിതമായ ഇടിയെ തുടർന്ന് പലരും ബസിനുള്ളിൽ വീണും തലയിടിച്ചുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 യാത്രികരുടെ നില ഗുരുതരമാണ്. പെരിന്തൽമണ്ണ സ്വദേശിനി നഫീസ, ചിറ്റഞ്ഞൂർ സ്വദേശിനി ജാസ്മിൻ, പോർക്കുളം സ്വദേശി സന്തോഷ്, കുന്നംകുളം സ്വദേശി മുഹമ്മദ് നദീർ, ചിറ്റഞ്ഞൂർ സ്വദേശിനി മൃദുല, കിഴൂർ സ്വദേശിനി സുദീപ, മങ്ങാട് സ്വദേശിനി ഗീത, പടിഞ്ഞാറെ അങ്ങാടി സ്വദേശിനി അഞ്ജന, പഴുനാന സ്വദേശിനി റിയാന, കോട്ടയം സ്വദേശി ഷാജി, കൂറ്റനാട് സ്വദേശി ഔസൽ, ചെമ്മന്തിട്ട സ്വദേശിനി അഫാന, നന്ദന, സുമ, നബീസ, സദാം എന്നിവരാണ് തൃശൂർ അമല, ജൂബിലി മെഡിക്കൽ മിഷൻ, കുന്നംകുളം, മലങ്കര, യൂണിറ്റി എന്നീ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് സമീപത്തെ സർവീസ് സെന്ററിലെ ജീവനക്കാരായ ദൃക്സാക്ഷികൾ പറഞ്ഞു. അത്യാവശ്യം സ്പീഡിൽ തന്നെ വന്നുള്ളത്. നല്ല സ്പീഡിൽ വന്നോളൂ, അല്ലെങ്കിൽ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് നിന്ന് നാല് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ കൈവരി തകരാതിരുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞ് വൻ ദുരന്തം ഒഴിവായി. ചൂണ്ടൽ പാലത്തിന് സമീപമുള്ള മാരുതി സർവീസ് സെന്ററിലെ ജീവനക്കാർ, കേച്ചേരി ആക്ട്സ്, 108 സ്വകാര്യ ആംബുലൻസുകൾ എന്നിവരും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ U മഹേഷ്, ജില്ലാ ഫയർ ഓഫീസർ ഷുബി, കുന്നംകുളം ഫയർ ഓഫീസർ വൈശാഖ്, റവന്യൂ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആനകൾ ഇടഞ്ഞു. ആനകളെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു. മാവേലിക്കര കുട്ടികൃഷ്ണനും മന്നലാംകുന്ന് ഉമാമഹേശ്വരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. മാവേലിക്കര കുട്ടികൃഷ്ണന്റെ പാപ്പാൻ കോട്ടയം സ്വദേശിയായ ബേബിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30ഓടെയായിരുന്നു സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ഇടഞ്ഞ ആന സമീപമുണ്ടായിരുന്ന ആനയെ കുത്തുകയായിരുന്നു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനകളെ തളച്ചു. പരിക്കേറ്റ പാപ്പാൻ ബേബിയെ എരുമപ്പെട്ടി SI ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊമ്പുകൊണ്ട് ബേബിയുടെ നെഞ്ചിൽ തട്ടുകയായിരുന്നു. പരിക്ക് സാരമുള്ളതല്ല. ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു.
3,76,13,434 രൂപ പ്രാരംഭ ബാക്കിയും 43,65,25,000 രൂപ പ്രതീക്ഷിത വരുമാനവും 42,98,97,566 രൂപ ചിലവും 66,27,434 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അവതരിപ്പിച്ചത്. തൊഴിൽ, കൃഷി, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ആരോഗ്യം, ഗ്രാമീണ ടൂറിസം, ഭിന്നശേഷിക്കാർക്കും അതിദരിദ്രർക്കും വേണ്ടിയുള്ള പദ്ധതികൾ, SC വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, കൂടാതെ പുതിയ പദ്ധതികളായ കാർഷിക നഴ്സറി, ആധുനിക ശ്മശാനം, ബഡ്സ് സ്കൂൾ, മത്സ്യത്തൊഴിലാളികൾക്ക് വാഹനവും മീൻ ബോക്സും, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ, ഗ്രൗണ്ട് നവീകരണം, സോളാർ വൈദ്യുതീകരണം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിവ പദ്ധതി തുടങ്ങിയ പദ്ധതികൾക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്ക് 12 കോടി, കാർഷിക മേഖലയിൽ 4.82 കോടി രൂപയും 1 കോടി രൂപ നെൽകൃഷിക്കും അനുവദിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണം 65 ലക്ഷം, തൊഴിൽ മേഖലയിൽ 94 ലക്ഷം, മത്സ്യത്തൊഴിലാളികൾക്ക് 18 ലക്ഷം, സൈൻ ബോർഡ് സ്ഥാപിക്കാൻ 10 ലക്ഷം, യുവജനക്ഷേമ പദ്ധതികൾക്ക് 45 ലക്ഷം, ഗ്രൗണ്ട് നവീകരണം 20 ലക്ഷം, കുടുംബശ്രീ 21 ലക്ഷം, വിദ്യാഭ്യാസ രംഗത്ത് 65 ലക്ഷം, ബഡ്സ് സ്കൂൾ 20 ലക്ഷം, ആധുനിക ശ്മശാനം 52 ലക്ഷം, സബ് സെന്റർ പുനരുദ്ധാരണം 55 ലക്ഷം, ഗ്രാമീണ ടൂറിസം 54 ലക്ഷം എന്നിങ്ങനെയാണ് കരട് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. പ്രവാസികൾക്കും വനിതകൾക്കും സ്വയം തൊഴിൽ സഹായത്തിനു വേണ്ടിയും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, രമ്യ ഷാജി, ഹെഡ് ക്ലർക്ക് സഹജൻ, പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളത്തിന്റെ നവീകരണ ഉദ്ഘാടനം 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ വെള്ളം വറ്റുന്ന ഈ വേനൽക്കാലത്ത് തന്നെ 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൻ്റെ 3 ഭാഗവും കരിങ്കൽ കൊണ്ട് കെട്ടി 4 ഭാഗവും നടപ്പാതയും ഹാൻഡ് റെയിലും പിടിപ്പിക്കുന്ന മനോഹരമായി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കുളം കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്ത് കുളം ആഴം കൂട്ടി വെള്ളം അതിൽ സംഭരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റി രീതിയിലുള്ള മറ്റ് ആവശ്യങ്ങൾക്കും വെള്ളം സമീപ പ്രദേശങ്ങളിൽ വെള്ളം ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കുളത്തിന്റെ നവീകരണം കൊണ്ട് സാധിക്കും. AC മൊയ്തീൻ MLA ഇടപെട്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ 3 പ്രധാനപ്പെട്ട ജലസംരക്ഷണ പ്രവൃത്തികളിലെ ഒന്നാണ് ചാട്ടുകുളം നവീകരണം. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. ഗുരുവായൂർ കുന്നംകുളം റോഡിന് വശത്തായി 4 ഏക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികളും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും നിർമ്മിക്കും. കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച് നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കും. വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള പൊതു ഇടമായി പ്രദേശത്തെ മാറ്റും. ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും സാധിക്കും. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, PK ഷെബീർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CB ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. മങ്ങാട് ആറ്റത്തറ റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. മങ്ങാട് 4-ാം കല്ല് വൈശരകത്ത് വീട്ടിൽ റിയാസിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ റിയാസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അണ്ടത്തോട് ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ച സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നേർച്ച ആഘോഷ കമ്മിറ്റിയുടെയും പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികളുടെയും യോഗം ചേർന്നു. ഫെബ്രുവരി 16, 17 തീയതികളിലായാണ് നേർച്ചയാഘോഷം. വിവിധ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടിയാണ് 2 ദിവസങ്ങളിലായി നേർച്ച ആഘോഷം പള്ളി പരിസരത്ത് എത്തുന്നത്. ഇതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലും തിരക്കൊഴിവാക്കാനായി വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെ ദേശീയപാതയിൽ വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണം ഉണ്ടായിരിക്കും. പരമാവധി ദേശീയപാതയിൽ തടസ്സമുണ്ടാവാത്ത രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ലഹരി ഉപയോഗം ഒഴിവാക്കാൻ ആഘോഷ കമ്മിറ്റികൾ മുൻകൈയെടുക്കണമെന്ന് അധ്യക്ഷത വഹിച്ച വടക്കേക്കാട് SHO R ബിനു നിർദ്ദേശിച്ചു. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന്
വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ പി ശിവശങ്കർ പറഞ്ഞു. വാർഡ് മെമ്പർ PS അലി, നേർച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ്, കമ്മിറ്റി ഭാരവാഹികളായ ഷാജി, അലി, സെയ്ദലവി, പ്രദേശത്തെ 12ഓളം ക്ലബ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ടൂറിസം, വനിതാ ശിശുവികസനം, കുടിവെള്ളം, ശുചിത്വ ഭവന നിർമ്മാണം, പൊതുമരാമത്ത്, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് തുക വകയിരുത്തിയിട്ടുള്ള ബജറ്റിന്റെ അവതരണം വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നത്. ടൂറിസം വികസനത്തിന് 6 കോടിയും സ്റ്റേഡിയം നിർമ്മാണത്തിന് 10 കോടിയും ക്രഷ് നിർമ്മാണത്തിന് 7 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് 2,38,27,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 98 ലക്ഷവും ഭവന നിർമ്മാണത്തിന് 1,50 ലക്ഷവും ആരോഗ്യ മേഖലയ്ക്ക് 67,20,000 രൂപയും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കായി 64 ലക്ഷം രൂപയും വനിതാ ശിശു വികസനത്തിന് 85 ലക്ഷവും മൃഗസംരക്ഷണത്തിന് 34,50,000 രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. 20,91,36,730 രൂപ വരവും 20,60,68,500 രൂപ ചിലവും 30,48,230 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് NS ധനൻ അവതരണം നടത്തിയത്. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, TO ജോയ്, രമാ ബാബു, ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, രാജീവ് വേണു, സെബീന റിറ്റോ, ജയൻ പാണ്ഡ്യത്ത്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, PK അസീസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, അക്കൗണ്ടന്റ് സനിൽ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കലാകായിക സാംസ്കാരിക സംഘടനയായ ജലതയുടെ 1ാം സംസ്ഥാന കലോത്സവത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ടൗൺഹാളിൽ ആരംഭിച്ച കലോത്സവം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P ഉണ്ണികൃഷ്ണൻ, OR ഷാജി, K രാജു തുടങ്ങിയവർ സംസാരിച്ചു. 3 വേദികളിലായി 500ഓളം കലാകാരന്മാരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് കലോത്സവം സമാപിക്കും. ചാവക്കാട് നഗരസഭ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അമൃത് 2.0 ഫെബ്രുവരി 16-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് പുത്തൻ കടപ്പുറത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടക്കുന്ന ചടങ്ങ് NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MP മുഖ്യാതിഥിയാകും. ചാവക്കാട് നഗരസഭാ പ്രദേശത്തെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. 5000ഓളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിക്ക് 12.07 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ PP രേഷ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5000ഓളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ പ്രവർത്തനം 16-ാം തീയതി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയാണ്. മറന്നുവെച്ച് 40 പവന്റെ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകി ഹോട്ടൽ ജീവനക്കാർ മാതൃകയായി. ഗുരുവായൂർ പടിഞ്ഞാറേനടയിലെ ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരായ പാലക്കാട് സ്വദേശി വെളുത്തുള്ളി വീട്ടിൽ ജയപ്രകാശ്, പരടിയം പണിയാട്ടിൽ രമേശ് ബാബു എന്നിവരുടെ സത്യസന്ധതയിലാണ് പയ്യോളി സ്വദേശി സുരഭി നിവാസിൽ സതീഷ് ബാബുവിന് 40 പവൻ തിരികെ ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സതീഷ് ബാബുവും കുടുംബവും ചായ കുടിക്കാനായാണ് കോഫി ഹൌസിൽ എത്തിയത്. സതീഷ് ബാബു വീട് പൂട്ടി വരുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകാതിരിക്കാനായി കൂടെ കൊണ്ടുവരികയായിരുന്നു. ഹോട്ടലിൽ നിന്ന് മടങ്ങിയ ശേഷമാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തിരിച്ചെത്തിയപ്പോഴേക്കും ഹോട്ടൽ ജീവനക്കാർ ബാഗ് സൂക്ഷിച്ചു വച്ചിരുന്നു. ഉടമയുമായി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് കൈമാറി. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് ബജറ്റ് അവതരിപ്പിച്ചു. 52,63,102 രൂപ പ്രാരംഭ ബാക്കിയും 15,96,19,500 രൂപ വരവും കൂടി ആകെ വരവ് 16,48,82,602 രൂപയും
15,78,99,500 രൂപ ആകെ ചെലവും 69,83,102 രൂപ നീക്കിയിരിപ്പുമുള്ള വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവനരഹിത ഭൂരഹിതർക്ക് പാർപ്പിടമൊരുക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 2,82,00,000 രൂപയും കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയ്ക്ക് 74,35,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 40 ലക്ഷം രൂപയും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് 34 ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമം 16,50,000 രൂപയും വനിതാ ക്ഷേമത്തിന് 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MM ബിന്ദുമോൾ ടീച്ചർ, A രത്നകുമാരി, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, അക്കൗണ്ടന്റ് ബിജു മൈക്കിൾ, പഞ്ചായത്തിലെ മറ്റു സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലെ 2 വർഷത്തിലേറെ നീണ്ട സഞ്ചാര ദുരിതത്തിന് അറുതിയായി. നവീകരണം പൂർത്തിയാക്കിയ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഗുരുവായൂർ നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണം നടക്കുമ്പോൾ ബദലായി ഉപയോഗിച്ചിരുന്നത്. വാഹന ഗതാഗതത്തിന്റെ ബാഹുല്യം മൂലം റോഡ് തകർന്ന് തരിപ്പണമായിരുന്നു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 ലക്ഷം രൂപ ചിലവഴിച്ച് ടൈൽ വിരിച്ചാണ് ചാമുണ്ടേശ്വരി റോഡ് നവീകരിച്ചത്. 7 ലക്ഷം രൂപ ചിലവഴിച്ച് റീടാർ ചെയ്ത് ചാമുണ്ടേശ്വരി നളന്ദ റോഡും നവീകരിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ KP ഉദയൻ, രഹിത പ്രസാദ്, ബിബിത മോഹൻ, നഗരസഭാ എഞ്ചിനീയർ E ലീല തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് എല്ലാവിധ പ്രായശ്ചിത്യങ്ങളോടും കൂടി ദിവസങ്ങളായി സഹസ്രകലശം നടത്തുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ചേനാസ് ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് ഗണപതി പൂജ, മുളയിടൽ എന്നിവ നടന്നു. 20-ന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴ പൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഭക്തർ വലിയ ബലിക്കലിന് സമീപം നിന്ന് ദർശനം നടത്തി. കലശവും ഉത്സവവും കഴിയുന്ന മാർച്ച് 1 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. നെയ്വിളക്ക് വഴിപാട് നടത്തി ക്യൂ നിൽക്കാതെ ദർശനം നടത്തുന്നവരുടെ എണ്ണം 20 വരെ നിയന്ത്രിക്കും. കലശ ചടങ്ങുകൾക്ക് ശേഷം 21-ന് ഉത്സവ കൊടിയേറ്റം നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശിവേലിയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടക്കും. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. CCTV ന്യൂസ്, ഗുരുവായൂർ. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമായി. ജാതിമത ഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല വേലൂർ ദേശത്തിരിക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമായത്. അശ്വതി വേലയിൽ വേലൂർ ദേശത്തിരിക്കുതിരയും അമ്പലത്തിരിക്കുതിരയും കുട്ടിക്കുതിരകളുമടക്കം 3 കുതിരകളാണ് ക്ഷേത്രത്തിലെത്തിയത്. നാദവർണ്ണ വിസ്മയം പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് വേലൂർ ദേശകുതിരയുടെ തലകൊളുത്തിയതോടെയാണ് ആരംഭം കുറിച്ചത്. വൈകുന്നേരം 5:30 വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശകുതിര എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വാര്യത്ത് പറമ്പിൽ ചെറങ്ങാടൻ അനിലിന്റെ കാളവേല ദേശകുതിരയെ അനുഗമിച്ചു. മേളം, ശിങ്കാരിമേളം, കാവടി എന്നിവ അകമ്പടിയായി. സന്ധ്യയ്ക്ക് വേലൂർ ദേശകുതിര കാവുകയറിയതോടെയാണ് മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തിയത്. ഭരണിവേലയിൽ ദേശകുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ ദേശം, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമുനഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയ കമ്മിറ്റികളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാനാകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. അരിപ്പറമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യകാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. മണിമലർക്കാവ്
മണിമലർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് വേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷണ ശുചിത്വ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി പരിശോധന നടത്തി. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കൊടുക്കരുതെന്നും ശുദ്ധമായുള്ള കുടിവെള്ളം മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും അധികൃതർ നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ്, ദീപകുമാർ, അക്ഷയ എന്നിവർ നേതൃത്വം നൽകി. മണിമലർക്കാവ് വേലയോടനുബന്ധിച്ച് കുടുംബശ്രീ CDSന്റെ സ്പെഷ്യൽ കാന്റീൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, മെമ്പർ ആരിഫ സാബിർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശുദ്ധവും സ്വാദിഷ്ടവുമായ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2ാം വർഷമാണ് കുടുംബശ്രീ കാന്റീൻ നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 4,65,2518 രൂപയും 2 കിലോ 237 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 65 കിലോ 930 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000ന്റെ 43 കറൻസികളും നിരോധിച്ച 1000 രൂപയുടെ 4 കറൻസിയും 500ന്റെ 21 കറൻസിയും ഉണ്ടായിരുന്നു. കനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേനടയിലെ SBIയുടെ ഈ ഭണ്ഡാരം വഴി 2,47,812 രൂപയും ലഭിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണത്തിനും വില്ലേജ് ടൂറിസത്തിനും ഭവന നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 43,44,88,031 രൂപ വരവും 42,59,30,000 രൂപ ചിലവും 85,58,031 രൂപ നീക്കിയിരിപ്പുമുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PT ജോസ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണത്തിനും വില്ലേജ് ടൂറിസത്തിനും ഊന്നൽ നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം, അങ്കണവാടി നിർമ്മാണം, സബ് സെന്ററുകളുടെ നിർമ്മാണം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നു. അതോടൊപ്പം സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സേവന മേഖല മെച്ചപ്പെടുത്തുന്നതിനും പശ്ചാത്തല വികസനം, ഭവന നിർമ്മാണം, കൃഷി, ആരോഗ്യം, കുടിവെള്ളം, മൃഗസംരക്ഷണം, പട്ടികജാതി ക്ഷേമം, വനിതാ ഭിന്നശേഷി എന്നിവയ്ക്ക് മതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് PT ജോസ് അവതരിപ്പിച്ചു. കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള സുപ്രധാന ലക്ഷ്യമായ ഹാപ്പിനെസ് സെന്റർ സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകുന്ന ബജറ്റിൽ ആകെ 43,54,88,031 രൂപ വരുമാനവും 42,59,30,000 രൂപ ചെലവും 85,88,031 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് 2024-25 വർഷത്തേക്ക് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനും ആധുനിക കാലത്തെ വർക്ക് നിയർ ഹോം എന്ന സാധ്യതയും ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് കോംപ്ലക്സ് 10,50,00,000 രൂപ മുടക്കി നിർമ്മിക്കുന്നതാണ്. അതോടൊപ്പം ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനത്തിനായി സബ് സെന്ററുകളുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനും നവീകരണത്തിനും 75 ലക്ഷം രൂപയും ആരോഗ്യ സേവനങ്ങൾക്കായി 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1.25 കോടി രൂപയോളം വകയിരുത്തിയിട്ടുണ്ട്. അങ്കണവാടി നിർമ്മാണ നവീകരണത്തിന് 40 ലക്ഷം രൂപയും വില്ലേജ് ടൂറിസം വികസനത്തിന് 1 കോടി രൂപയും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 40 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് ഭവന പദ്ധതികൾ ഭവനരഹിതരായ എല്ലാവർക്കും ഈ വർഷം വീട് ലഭ്യമാക്കുന്നതിനു വേണ്ടി 90 വീടുകൾ നിർമ്മിക്കുന്നതിന് 3,63,68,600 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം സംസ്ഥാന വിഹിതം, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും കൂട്ടിച്ചേർത്ത് ഈ വർഷം തന്നെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതി ഈ വർഷം തന്നെ പൂർത്തീകരിക്കണമെന്നതാണ് ലക്ഷ്യം. സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, മാഗി ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, VP ലീല, NS ജിഷ്ണു, ധനേഷ് ചുള്ളിക്കാട്ടിൽ, നാൻസി ആന്റണി, അഞ്ജു പ്രേമദാസ്, ND സജിത് കുമാർ, KT ബാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, അക്കൗണ്ടന്റ് MM ജുബീന എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ചിറ്റണ്ടയിൽ കാൽനട യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറ്റണ്ട കുന്നത്തുപടി രവിയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ചിറ്റണ്ട സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. രുക്മണി ഭാര്യയാണ്. രഞ്ജു, ശരത്, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള പരിപാടികളോടെയാണ് 3 ദിവസങ്ങളിലായി ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത്.
കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമോത്സവത്തിന് എളവള്ളി സാമ്പത്തികോദാഹരണ സംഘം ഹാളിൽ തുടക്കമായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. CBC കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ വി പാർവതി IAS മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുമനാഫ്, FPA അജിംത് ഷേർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ, വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ, കലാപരിപാടികൾ, സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി 16-ന് സമാപിക്കും. CCTV ന്യൂസ്, കേച്ചേരി. സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗിലും സെപ്റ്റിക് ടാങ്കർ വാഹനത്തിൽ ജോലി ചെയ്യുന്നവരുമായ വ്യക്തികളുടെ വിവരശേഖരണ ക്യാമ്പയിന് ഗുരുവായൂർ നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, AS മനോജ്, കൌൺസിലർമാരായ KP ഉദയൻ, നിഷി പുഷ്പരാജ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 17-18 തീയതികളിലാണ് ഉത്സവം. കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിവിധ ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വ സ്ഥാനത്തുള്ളവരും ക്ഷേത്രം കോമരവും നിരവധി ഭക്തജനങ്ങളും കൊടിയേറ്റത്തിന് സന്നിഹിതരായിരുന്നു. ശേഷം നടക്കൽ പറ ഉണ്ടായി. കഴിഞ്ഞ 1 വർഷമായി നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ശ്രീകോവിലിന്റെ നിർമ്മാണ പൂർത്തീകരണവും പുനഃപ്രതിഷ്ഠയും ഫെബ്രുവരി 18-ന് നടക്കും. 2 ദിവസങ്ങളിലായി ആഘോഷിച്ച ആൽത്തറ രാമരാജ UP സ്കൂൾ 134-ാം വാർഷികം സമാപിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ആഘോഷ പരിപാടികൾ. തിങ്കളാഴ്ച നടത്തിയ വിദ്യാർത്ഥികളുടെ വിളംബര റാലിയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിൽ നിന്നാരംഭിച്ച റാലി മാനേജർ TP ഉണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളം, സ്കൂൾ ബാൻഡ് വാദ്യം, ഫ്ലാഷ് മോബ്, കരാട്ടെ പ്രകടനം തുടങ്ങിയവ റാലിക്ക് മാറ്റേകി. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ കരാട്ടെ റീൽസും ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി സ്കൂളിലൊരുക്കിയ പുസ്തകോത്സവം നോവലിസ്റ്റ് ഫാസിൽ വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു. നോവൽ, കഥ, ചരിത്രം, കവിത, കുറ്റാന്വേഷണം തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 2000-ൽ പരം പുസ്തകങ്ങളാണ് പുസ്തകോത്സവത്തിൽ ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച 3 മണിക്ക് നടത്തിയ കിഡ്സ് ഫെസ്റ്റ് ഗായകൻ ശ്രീരാഗ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകളുടെ വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ കലാസന്ധ്യ തൃശൂർ DDE ഷാജിമോൻ D ഉദ്ഘാടനം ചെയ്തു. ഗായകൻ അഹമ്മദ് നജാത്ത് വിശിഷ്ടാതിഥിയായി. പ്രധാനാധ്യാപകൻ A. സജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജർ TP ഉണ്ണി അധ്യക്ഷനായി. വിവിധ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ ഉമർ, നാരായണൻകുട്ടി, MPTA പ്രസിഡന്റ് ശബന, PTA വൈസ് പ്രസിഡന്റ് വിനുകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചാവക്കാട് ഉപജില്ല കലാകായികമേളയിൽ തിളങ്ങിയ വിദ്യാർത്ഥികൾക്കും LSS നേടിയ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന സ്പോർട്സ് ആൻഡ് ഗെയിംസ് രാമരാജയുടെ മിന്നും താരം PK മുഹമ്മദ് കൈഫിനും സ്കൂളിന്റെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അധ്യാപകർ, PTA, MPTA, സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പൊന്നയൂർക്കുളം. പഞ്ചായത്തുകളുടെ വെട്ടിക്കുറച്ച ഗ്രാന്റുകൾ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് പണം ഉടനെ നൽകുക, തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ NK കബീർ, PS സുനീഷ്, സഫീന അസീസ്, KR രാധിക, അജു നെല്ലുവായ്, MK ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 ബജറ്റിൽ വകയിരുത്തിയ ഫണ്ടുകൾ നിഷേധിച്ച സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മെയിന്റനൻസ് ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ നടത്തിയ ധർണ DCC സെക്രട്ടറി V. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PV നിവാസ് അധ്യക്ഷനായി.
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡിയത്ത, എ കൃഷ്ണൻ, ടിഒ ജോയ്, സെബീന റിറ്റോ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ടി.എൽ. ലോനപ്പൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുന്ന പാവങ്ങളുടെ പടയണി എന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി എം.പി. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മേഖലാ സെക്രട്ടറി സി.എ. ഗോപി അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ടി.സി. സെബാസ്റ്റ്യൻ മാസ്റ്റർ, ടി.പി. റാഫേൽ, കർഷക തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ മേഖലാ സെക്രട്ടറി കെ.എ. രമേശ്, കേച്ചേരി മേഖലാ സെക്രട്ടറി വിഷ്ണു വിജയൻ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 25-നാണ് പാവങ്ങളുടെ പടയണി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തയ്യൂർ ശ്രീ ലോകരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭസംക്രാന്തി വേല മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകളുമുണ്ടായി. രാവിലെ 7 മണിക്ക് ലളിത സഹസ്ര പാരായണം, 8:30 നടക്കൽ പറവെപ്പുമുണ്ടായി. ഉച്ചയ്ക്ക് 2 മണിക്ക് തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടി കുതിരയെ എഴുന്നള്ളിച്ച് 3 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 5:30 വിവിധ ദേശക്കാരായ തയ്യൂർ, കടമാംതോട്, കരിയന്നൂർ, ചെങ്ങാഴിവാലി, തയ്യൂർ, മേലേപ്പുരയ്ക്കൽ തറവാടുകൾ പങ്കാളികളായ കീഴ്ക്കാവ് വേല കാവേറി. തുടർന്ന് തോറ്റം ചൊല്ലിപ്പിരിഞ്ഞു. രാത്രി 11 തായമ്പക, കുമ്പുപറ്റ്, കുഴൽപ്പറ്റ് മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. കടപ്പുറം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണത്തിൽ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി കാലിക്കുടങ്ങൾ വെച്ച LDF-ന്റെ പ്രതിഷേധം. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ സമരാഭാസമാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ കുടിവെള്ളത്തിനായി പ്രത്യേക പാക്കേജ് അവതരിപ്പിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടികളും നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം കാലിക്കുടങ്ങളുമായി ബഡ്ജറ്റ് അവതരണത്തിനെത്തിയത്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഭരണപക്ഷ മെമ്പർമാർ ബഡ്ജറ്റിന് അനുകൂലമായി സംസാരിച്ചു. അതേസമയം മതിയായ ഫണ്ടില്ല എന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം പഞ്ചായത്തിലെ 9-10 വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും കഴിഞ്ഞ വർഷ ബഡ്ജറ്റിൽ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ സമീറ ഷെരീഫ്, മുഹമ്മദ്, റാഹില വഹാബ്, പ്രസന്ന ചന്ദ്രൻ എന്നിവർ ആരോപിച്ചു. ഒരു നടപടിയെടുക്കാതെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് 9-10 ഈ വാർഡുകളിലൊക്കെ അങ്ങേയറ്റം കടലും പുഴ കൊണ്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ കുടിവെള്ളം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ട് 5 ദിവസത്തിന് ശേഷമാണ് അത് നന്നാക്കിയത്. ഇത്ര ദിവസങ്ങളും ഈ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയായിരുന്നു. ആ ഒരു പ്രതിഷേധമാണ് ഈ ബഡ്ജറ്റിന്. വേണ്ടത്ര രീതിയിലുള്ള പരിഗണന പഞ്ചായത്ത് തരാതിരിക്കുന്നതിൽ ഞങ്ങൾ LDF അംഗങ്ങൾ 4 പേരും ഈ ബഡ്ജറ്റിന് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കുടിവെള്ളം വളരെ അത്യാവശ്യമാണ്. അതിനെ പ്രയോരിറ്റി കൊടുത്തുകൊണ്ടാവണം ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് കിണർ നശിക്കുന്നു. വടക്കേകാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ കെട്ടുങ്ങൽ പീടികയിൽ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണ് കാടുപിടിച്ച് വെള്ളം മലിനമായി നശിക്കുന്നത്. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന കിണർ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. വെള്ളത്തിന് രൂക്ഷഗന്ധവുമുണ്ട്. ഇത് സമീപത്തെ വീടുകളിലെ കിണറുകൾ മലിനമാക്കുകയും പകർച്ചവ്യാധികൾ പടരുന്നതിന് കാരണമാകുന്നു. വേനൽക്കാലമായാൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് പതിവാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതർ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും പൊതുകിണറുകൾ സംരക്ഷിക്കുന്നതിനു വേണ്ട നടപടിയെടുക്കാൻ അധികൃതർ വിമുഖത കാട്ടുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലവിലുള്ള പ്രദേശങ്ങളിലേക്ക് വൻ തുക ചെലവിട്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നും വാഹനത്തിൽ വെള്ളം വിതരണം ചെയ്യുകയാണ് അധികൃതർ ചെയ്യാറ്. ഇതിനായി വലിയൊരു തുക പഞ്ചായത്ത് ചെലവിടാറുണ്ട്. ഇത് വെള്ളം വിതരണം ചെയ്യുന്ന ലോബികളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം നിലനിൽക്കുന്നു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള പൊതുകിണറുകൾ അധികൃതർ വേണ്ട രീതിയിൽ സംരക്ഷിച്ചാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാം. CCTV ന്യൂസ്, പുന്നയൂർകുളം. പെരുമ്പിലാവ് വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കുംഭഭരണി ആഘോഷിക്കും. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ ആരംഭിക്കും. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്രത്തിലെത്തും. പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും.
ഇടതുഭരണത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന കെ ജയശങ്കർ നിർവഹിച്ചു. കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MA അബ്ദുൾ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കൽ സെന്ററിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് ജനാർദ്ദനൻ അദിയാരത്ത്, KK ഇക്ബാൽ, ഷാജി പുലിക്കോട്ടിൽ, KS വാസു, കൌസല്യ പെങ്ങാമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട ഒരു സർക്കാരിനെയാണ് കേരളത്തിലെ ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. പിണറായി വിജയന്റെ 9 മാസക്കാലത്തിനിടയിൽ ഇവിടെ 85 വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. 2016 മുതൽ 2024 വരെ വന്യജീവികളുടെ ആക്രമണത്തിൽ 909 പേരാണ് കേരളത്തിനകത്ത് മരണപ്പെട്ടത്. ഈ സർക്കാർ ഒരു ജനാധിപത്യ സർക്കാരാണോ? കേരളത്തിലെ ജനതയ്ക്ക് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു സർക്കാരാണോ പിണറായി വിജയൻ? മച്ചാട് മാമാങ്ക വേദിയായ തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ വാദ്യഖമ്പക്കാരുടെ മനം കവർന്ന മട്ടന്നൂരും ശിഷ്യൻ ജയറാമും. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പുരയിൽ പഞ്ചാരിമേളം ആസ്വദിക്കാൻ വൻ തിരക്കായിരുന്നു. മട്ടന്നൂരിനും ജയറാമിനും പുറമെ പഞ്ചാരിമേളത്തിൽ മുൻനിരക്കാരായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ദേവരാജൻ, വെള്ളിനേഴി ആനന്ദ്, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ്, വെള്ളിനേഴി രാംകുമാർ, മച്ചാട് മണികണ്ഠൻ, പാഞ്ഞാൾ വേലിക്കുട്ടി, പനമണ്ണ മനോഹരൻ തുടങ്ങി 100-ലധികം കലാകാരന്മാർ അണിനിരന്നു. തിരുവാണിക്കാവിലെ നടപ്പുര പഞ്ചവാദ്യവും മാമാങ്ക സന്നിധിയെ ത്രസിപ്പിച്ചു. ചോറ്റാനിക്കര വിജയന്മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരായിരുന്നു പ്രമാണികൾ. അഭിഷേകങ്ങൾ, മുറജപം, അഷ്ടപതി, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നിവയും നഞ്ചിയമ്മയും സുധീഷ് ചാലക്കുടിയും ചേർന്നുള്ള മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു. CCTV ന്യൂസ്, വേലൂർ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ആയിരൂർ തെക്കീട്ടിൽ കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. അതിരുകെട്ടൽ, ഡ്രൈനേജ്, റോഡ്, ഇടവഴികളിലെ കോൺക്രീറ്റ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനത്തിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിസാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, പൊതുപ്രവർത്തകരായ OM ജയപ്രകാശ്, രാജു കൈപ്പട, രംഗനാഥൻ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആചാരാനുഷ്ഠാനങ്ങൾക്കും മതസൌഹാർദ്ദങ്ങൾക്കും സംഗമഭൂമിയായ കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന നാട്ടുതാലം വരവ് ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നായി വ്രതശുദ്ധിയോടെ 1500-ലധികം സ്ത്രീകളാണ് താലവുമേന്തി പുലർച്ചെ ക്ഷേത്ര മൈതാനിയിലെത്തിയത്. തുടർന്ന് നാട്ടുതാലങ്ങളെ ക്ഷേത്രം കോമരം മൂകനാംകുളങ്ങര മണികണ്ഠൻ അരിയെറിഞ്ഞു കയറ്റി. അശ്വതി വേല ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 5:30 കീഴ്ക്കാവിലെ കോമരം വേലാഘോഷങ്ങളെ അരിയെറിഞ്ഞ് ക്ഷേത്രത്തിൽ കയറ്റി. രാത്രി 7 സേവാമിത്ര വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബീറ്റ്സ് ഓഫ് തൃശൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച കുംഭഭരണി ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 7 മുതൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ ക്ഷേത്രം തന്ത്രി ഭക്തർക്കായി തുറന്നുകൊടുക്കും. വൈകിട്ട് 5 മുതൽ വടക്കേക്കാട് സമുദായത്തിന്റെ തട്ടിന്മേൽ കളി, 5:30 വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന തിറ, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളെ അരിയെറിഞ്ഞു കയറ്റൽ. തുടർന്ന് പ്രധാന ചടങ്ങായ അടകുത്തി പുഴുങ്ങാനെത്തിയവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീ പകരും. കാർത്തിക ദിവസം രാവിലെ അരിയെറിയൽ ചടങ്ങ്. രാവിലെ 9 മുതൽ 5000-ഓളം പേർക്ക് അന്നദാനവും ഉണ്ടാകും. പാരമ്പര്യമായി വെളിച്ചപ്പാട് സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രം കോമരം മൂകനാംകുളങ്ങര മണികണ്ഠൻ, തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തിമാരായ മുകേഷ്, ശരത് തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, അശോകൻ വെട്ടിശ്ശേരി, PV വിജയൻ, വസന്തൻ മൂക്കനാംകുളങ്ങര, പ്രതീഷ് മടപ്പാട്ടിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ സമേതം ചരിത്രാന്വേഷണ പരിപാടിയുടെ ഭാഗമായി പുന്നയൂർക്കുളം പഞ്ചായത്ത് തല ചരിത്രയാനം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര വിദ്യാഭ്യാസ തൃശൂരും സംയുക്തമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കിലയുടെയും സഹകരണത്തോടെ ചരിത്രയാനം സംഘടിപ്പിച്ചത്.
പൊന്നിയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി താജുദ്ദീന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, BRC ഇന്ദു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അശ്വിനി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് വാഹിദ സ്വാഗതവും ആൻഡോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ രാമരാജ, കടിക്കാട്, ചെറായി ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 21ഓളം കുട്ടികളാണ് ചരിത്രയാനം പരിപാടിയിൽ പങ്കെടുത്തത്. നാടിന്റെ കാർഷിക ചരിത്രത്തിലേക്ക് മുതിർന്നവരുടെ ഓർമ്മകളിലൂടെ എന്ന ചരിത്രയാത്ര UP വിഭാഗം കുട്ടികൾക്കായി കാർഷിക ചരിത്രത്തെ ആസ്പദമാക്കിയാണ് വിഷയം നൽകിയിട്ടുള്ളത്. അതിനായി ചിത്രങ്ങളോടുകൂടിയ വിവരണങ്ങളും കുട്ടികൾ അവതരണത്തിനായി തയ്യാറാക്കിയിരുന്നു. സ്കൂൾ തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെയാണ് പഞ്ചായത്ത് തലത്തിലേക്ക് പങ്കെടുപ്പിച്ചത്. പഞ്ചായത്ത് തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഉപജില്ലാ തലത്തിലേക്കും അവിടെ നിന്ന് ജില്ലാ തലത്തിലേക്കും തിരഞ്ഞെടുക്കും. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ദുർബല ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ വിശദീകരിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെയും KSKTU കാട്ടകാമ്പാൽ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുന്ന പാവങ്ങളുടെ പണയണി ായി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. കാട്ടകാമ്പാൽ LIC ഓഫീസിൽ നടന്ന യോഗം CITU നേതാവ് TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ബാബുരാജ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. 101 സംഘാടക സമിതിയിൽ VK ബാബുരാജ്, ബാബു പുലിക്കോട്ടിൽ എന്നിവർ രക്ഷാധികാരികൾ, TC ചെറിയാൻ ചെയർമാൻ, NK ഹരിദാസിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 21 രാവിലെ 10 മണിക്ക് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിക്കും. ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അക്കിക്കാവ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനവിരുദ്ധ ബഡ്ജറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ കിസാൻ സംഘിന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തിയത്. BKS സംസ്ഥാന സമിതി അംഗം S. കല്യാൺ കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് KR പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ M. മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. BKS നേതാക്കളായ സന്ധ്യ മോഹൻ, വിനോദ് ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, നടക്കൽ പറവെപ്പ് ഉണ്ടായി. ഉച്ചയ്ക്ക് വിവിധ കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ചൈത്രം, സെന്റർ കമ്മിറ്റി, യുവജന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. മൈഗെയിൻ, ഐക്കൺസ്, കൈലാസം എന്നിവയുടെ കലാരൂപങ്ങളും ഫ്രീഡം കമ്മിറ്റിയുടെയും വോട്ടക്സ് കമ്മിറ്റിയുടെയും ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു. പ്രാദേശിക സർക്കാരുകളുടെ ഫണ്ടുകൾ വെട്ടിക്കുറക്കുകയും പെൻഷൻ നൽകാതെ ഭരണം നടത്തുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും നോക്കുകുത്തിയായി നിൽക്കുന്ന കുന്നംകുളം നഗരസഭയുടെ ഇടതുഭരണത്തിനെതിരെയും കുന്നംകുളം ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറി CI E. T. മാത്യു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കുന്നംകുളം നഗരസഭയുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C. ബേബി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിക്ക് പോയ പോലെ തന്നെയാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റി മുമ്പിൽ വന്നിരിക്കുന്നത്. ഡൽഹിക്ക് പോയത് ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയാണ്. അതേ വികാരത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ കുന്നംകുളം മുനിസിപ്പാലിറ്റി നിൽക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കേണ്ട ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ തരുന്നില്ലെന്ന് മാത്രമല്ല, അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. മാർച്ച് 30 ഇനി 46 ദിവസമുള്ളൂ. ഈ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ അരിയും ഫണ്ടും അനുവദിക്കാത്ത പൊതുവിദ്യാഭ്യാസങ്ങളിലെ വിദ്യാർത്ഥികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഗവൺമെന്റിനെതിരെ KPSTA ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് AC സാജു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നജീബ് മാസ്റ്റർ, MK സൈമൺ, KJ സിൽവി ടീച്ചർ, CR ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിൽ ICA കോളേജിന് സമീപമുള്ള കലുങ്കിന്റെ പുനരുദ്ധാരണം നടക്കുന്നതിനാൽ 19 മുതൽ നിർമ്മാണം കഴിയുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് PWD അധികൃതർ അറിയിച്ചു.
വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക് ഫെസ്റ്റിന്റെ വെബ്സൈറ്റ് വൈവിത്ത് 2024 പ്രകാശനം തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS നിർവഹിച്ചു. യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ, ബിടെക്, എംടെക് വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായാണ് വിദ്യ പ്രോജക്ട് എക്സ്പോ നടത്തുന്നത്. ആവിഷ്കാർ, എക്സ്പ്രൈമർ, പേപ്പർ അവതരണം, ഐഡിയത്തോൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുവ എന്നിവയും മുഖ്യ ആകർഷണങ്ങളാണ്. ടെക് ഫെസ്റ്റ് ഫെബ്രുവരി 29, മാർച്ച് 1 തീയതികളിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സാങ്കേതിക വിസ്മയങ്ങൾ പ്രദർശിപ്പിക്കും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്കൂളുകൾ, ശാസ്ത്രപ്രേമികൾ തുടങ്ങി 1500-ലധികം വ്യക്തികൾ പങ്കെടുക്കും. എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ യുവപ്രതിഭകളെ വളർത്തുക, ശാസ്ത്രീയവും ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സജി സിബി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണതേജാണ്, തൃശൂർ ജില്ലാ കളക്ടറാണ്. നമ്മുടെ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ മാസം ഫെബ്രുവരി 29 തീയതി മുതൽ മാർച്ച് 1 തീയതി വരെ നടക്കാൻ പോകുന്ന വൈവിധ്യ 24 എന്റെ എല്ലാവിധ ഹൃദയം ആശംസ അറിയിക്കുന്നു. ഫെബ്രുവരി 14 പ്രണയദിനത്തോടനുബന്ധിച്ച് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് തൃശൂർ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും രക്തദാനം നടത്തി. രക്തദാന ബോധവൽക്കരണവുമായി പ്രോഗ്രാം ഓഫീസർ R. കൃഷ്ണകുമാർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വളണ്ടിയർ സെക്രട്ടറിമാരായ അൻഷിഫ്, നൂർ ഫാത്തിമ, ഋഷികേശ്, ദേവനന്ദ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രീ പ്രൈമറി TTC ട്രെയിനിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ കരകൌശല വസ്തുക്കളുടെ വിവ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അധ്യാപിക ട്രീസ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PK രേഖ അധ്യക്ഷയായി. അധ്യാപകരായ വിബിത, കാവ്യ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5670 രൂപ, പവന് 45,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 75 രൂപ. ചരമം പുനേർകുളം ചെറായി കണ്ടംപുള്ളി കൗസല്യ നിര്യാതയായി 94 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതനായ മാക്കപ്പ ഭർത്താവാണ്. ഭാസ്കരൻ, രവി, കമല, പ്രകാശൻ, രമണി, മോഹനൻ, സുരേഷ്, സദാനന്ദൻ, രമേശ്, വിനേഷ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചൂണ്ടൽ പാലത്തിൽ ബസ് നിയന്ത്രണം വിട്ട് കയറി അപകടം. 40ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആനകൾ ഇടഞ്ഞു. ആനകളെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു. മാവേലിക്കര കുട്ടികൃഷ്ണൻ, മന്നലാംകുന്ന് ഉമാമഹേശ്വരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കം. ജാതിമത ഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല വേലൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമായത്. നാളെ ഭരണിയാഘോഷം. കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരിക്കുന്നു. 16 വൈകിട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.